നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ എന്നെ ഫോളോ ചെയ്യുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ കൂടുതലും റീൽസാണ് ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഒത്തിരി ആൾക്കാർ എന്നോട് പറഞ്ഞു യൂട്യൂബ് ചാനലിൽ കുറച്ചും കൂടെ ഒരു ലോങ് ആയിട്ടുള്ളൊരു ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ വീഡിയോ കൊടുത്തു കഴിഞ്ഞാൽ ഹെൽപ്ഫുൾ ആകുമെന്ന് പറഞ്ഞു. സോ ഐ തോട്ട് ഓഫ് ബീങ് ആക്റ്റീവ് ഓൺ യൂട്യൂബ് ഓൾസോ. ഞാൻ ഇതുവരെ യൂട്യൂബിൽ ജസ്റ്റ് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഇടുന്ന റീൽസൊക്കെ യൂട്യൂബിൽ ജസ്റ്റ് പോസ്റ്റ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇനി മുതൽ കുറച്ചും കൂടെ ലോങ് ആയിട്ടുള്ള വീഡിയോസ് ഇടാൻ ശ്രമിക്കാം യൂട്യൂബ് ചാനലിലും. അപ്പം ഞാൻ ഇന്ന് ഇൻസ്റ്റാഗ്രാമിൽ ആ ഒരു റീൽസിൽ പറഞ്ഞ കാര്യം 3 മിസ്റ്റേക്കുകൾ നോർമലി മോസ്റ്റ്ലി ജോബ് സീക്കേഴ്സ് വരുത്തുന്നത് റെസ്യൂമെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ. അതിൽ ഒന്നാമത്തെ മിസ്റ്റേക്ക് ഞാൻ അവിടെ പറഞ്ഞത്, മോസ്റ്റ്ലി റെസ്യൂമേസിൽ ജോബ് ഡിസ്ക്രിപ്ഷൻ നോക്കാതെ ഈ ജോബ് സീക്കേഴ്സ് ഒരു പർട്ടിക്കുലർ ജോബ് വേക്കൻസിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ആ ഒരു ജോബിൻ്റെ ഡിസ്ക്രിപ്ഷൻ നോക്കാതെ ഒരു ജനറിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരേ ഒരു ടൈപ്പ് റെസ്യൂമെ ഒരു റെസ്യൂമെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു റെസ്യൂമെ തന്നെ പല ജോബ് വേക്കൻസിക്കും അല്ലെങ്കിൽ പല ടൈപ്പ് ഓഫ് ജോബ് പൊസിഷൻസിനും ആ ഒരു റെസ്യൂമെ തന്നെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. അത് ചെയ്യാതിരിക്കുക. കാരണം ഓരോ ജോബ് വേക്കൻസി അല്ലെങ്കിൽ ഓരോ ജോബ് റോളും ഡിമാൻഡ് ചെയ്യുന്ന സ്കിൽസ്, എക്സ്പീരിയൻസ് ചിലപ്പോൾ ഡിഫറെൻ്റ് ആയിരിക്കാം. കാരണം ഓരോ കമ്പനിക്കും അവരുടേതായ ഗോൾസ് അല്ലെങ്കിൽ അവരുടെ ടാർഗറ്റ് ഉണ്ടാകും. ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ഒരു ജോബ് റോളിന് ചിലപ്പോൾ XYZ സ്കിൽസ് ആയിരിക്കാം. അപ്പോൾ നിങ്ങളുടെ പ്രീവിയസ് എക്സ്പീരിയൻസസിന് നിങ്ങളുടെ പഴയ കമ്പനീസിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു 10-15 സ്കിൽസ് ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ഉണ്ടായിരിക്കാം. പക്ഷെ ആ സ്കിൽസ് എല്ലാം ചിലപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ജോബിന് വേണ്ടി വരില്ല. ചിലപ്പോൾ ഒരു 80% അല്ലെങ്കിൽ 70% സ്കിൽസ് മതിയാകാം. അതായിരിക്കും അവർ കൂടുതലും ഒരു കാൻഡിഡേറ്റിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാ സ്കില്ലും എല്ലാ എക്സ്പീരിയൻസും എഴുതി കഴിഞ്ഞാൽ ചിലപ്പോൾ റിക്രൂട്ടേഴ്സിൻ്റെ അല്ലെങ്കിൽ ഹയറിംഗ് ടീമിൻ്റെ അറ്റൻഷൻ ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ റെസ്യൂമേക്ക് കിട്ടിയെന്ന് വരില്ല. കാരണം ഞാൻ നേരത്തെ പല വീഡിയോസിലും പറഞ്ഞതുപോലെ ഒരു റിക്രൂട്ടറിന് അല്ലെങ്കിൽ ഒരു ഹയറിംഗ് മാനേജറിന് അല്ലെങ്കിൽ HR ടീമിന് ഒരു കാൻഡിഡേറ്റിൻ്റെ റെസ്യൂമെ നോക്കാൻ ചിലപ്പോൾ അവർ എടുക്കുന്നത് ഓൺ ആൻ ആവറേജ് പ്രോബബ്ലി ഒരു 15 സെക്കൻഡ്സ് ഒക്കെ ആയിരിക്കാം. ആ ഒരു സമയത്തിനുള്ളിൽ മാക്സിമം അറ്റൻഷൻ അവർക്ക് കിട്ടുന്ന രീതിയിൽ റെസ്യൂമെ ഡിസൈൻ ചെയ്യുക അല്ലെങ്കിൽ ഫോർമാറ്റ് ചെയ്യുക. കാരണം ഒരു ജോബിന് വേണ്ടിയിട്ടുള്ള ഒരു ജോബ് റോളിന് റിലവൻ്റ് ആയിട്ടുള്ള ആ ഒരു ജോബ് റോളിന് എന്താണ് വേണ്ടതെന്നുള്ളത് ഒരു പർട്ടിക്കുലർ ജോബ് പൊസിഷൻ്റെ ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ വായിക്കുമ്പോൾ മനസ്സിലാകും. വാട്ട് ദി കമ്പനി ഈസ് ലുക്കിംഗ് ഫോർ. ആ ജോബ് ഡിസ്ക്രിപ്ഷനിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് വായിച്ചിട്ട് അതിന് വേണ്ട സ്കിൽസ് നിങ്ങളുടെ എക്സ്പീരിയൻസിലുള്ള നിങ്ങൾ ഗെയിൻ ചെയ്ത സ്കിൽസ്, ആ ജോബിന് റിലവൻ്റ് ആയിട്ടുള്ള സ്കിൽസ് റെസ്യൂമിൽ മെൻഷൻ ചെയ്യുക. അതും ബുള്ളറ്റ് പോയിന്റ്സിൽ മെൻഷൻ ചെയ്യുക. കുറേ സെൻറ്റൻസ് എഴുതി ഒത്തിരി ക്ലംസി ആയിട്ട് ക്രൗഡഡ് ആയിട്ട് വെക്കാതിരിക്കുക. അപ്പോൾ അങ്ങനെ ഒരു ഫോർമാറ്റ് പ്രത്യേകം മനസ്സിൽ വെക്കുക. രണ്ടാമത്തെ കാര്യം ജോബ് എക്സ്പീരിയൻസസ് അല്ലെങ്കിൽ നിങ്ങളുടെ അക്കംപ്ലിഷ്മെൻറ്റ്സ് റെസ്യൂമിൽ മെൻഷൻ ചെയ്യുമ്പോൾ മോസ്റ്റ്ലി ആൾക്കാർ ചെയ്യുന്നത് പഴയ കമ്പനിയിൽ അവരുടെ റെസ്പോൺസിബിലിറ്റീസ്, ജോബിൽ എന്തൊക്കെയാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്, ആ ഡ്യൂട്ടിയൊക്കെയാണ് എഴുതി വെക്കുന്നത്, മെൻഷൻ ചെയ്യുന്നത്. അതിന് പകരം നിങ്ങൾ ആ ഒരു കമ്പനിയിൽ എന്തൊക്കെയാണ് റിസൾട്ട് കൊടുത്തത് അല്ലെങ്കിൽ എന്തൊക്കെ രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്തു എന്നുള്ളത് നമ്പേഴ്സ് അല്ലെങ്കിൽ പെർസെൻറ്റേജ് ഒക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ അത് സബ്സ്റ്റാൻഷിയേറ്റ് എന്ന രീതിയിൽ ഡിസ്ക്രൈബ് ചെയ്ത് വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും. അത് ബുള്ളറ്റ് പോയിന്റ്സിൽ വളരെ ക്രിസ്പ് ഷോർട്ടായിട്ട് ടു ദി പോയിന്റ് മെൻഷൻ ചെയ്താൽ വളരെ നന്നായിരിക്കും. ഒത്തിരി ലെങ്തി 2-3 ലൈനൊന്നും വെക്കേണ്ട കാര്യമില്ല. ബുള്ളറ്റ് പോയിന്റ്സിൽ അത് ക്ലിയർ ആയിട്ട് എന്ത് സ്കിൽസ് യൂട്ടിലൈസ് ചെയ്താണ് ആ ഒരു പർട്ടിക്കുലർ റിസൾട്ട് അച്ചീവ് ചെയ്തത് എന്നുള്ളത് മെൻഷൻ ചെയ്യുക. കാരണം ഈ കീവേഡ്സ് പലപ്പോഴും ആപ്ലിക്കൻ്റ് ട്രാക്കിംഗ് സിസ്റ്റംസ് അല്ലെങ്കിൽ പല വലിയ കമ്പനീസിൽ സിസ്റ്റംസ് ക്യാപ്ചർ ചെയ്യാറുണ്ട്. ആ കീവേഡ്സ് അതുപോലെ തന്നെ നിങ്ങളുടെ സ്കിൽസ് അതൊക്കെ മെയിനായിട്ട് അവിടെ പോർ ചെയ്യുക, എങ്ങനെ ഇട്ട് കൊടുക്കുക റെസ്യൂമിൽ. അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു സെയിൽസിൽ വർക്ക് ചെയ്ത ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം, ബിക്കോസ് ഒരു സെയിൽസ് ജോബിൽ മെയിനായിട്ട് ഇങ്ങനെ ഐ വാസ് മേജർലി ഇൻവോൾവ് ഇൻ ലീഡ് ജനറേഷൻ, I used to do many cold calling അല്ലെങ്കിൽ കോൾഡ് കോൾസ് ചെയ്യാറുണ്ടായിരുന്നു, റാൻഡം ക്ലയൻറ്റ് വിസിറ്റ്സ് നടത്താറുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മെൻഷൻ ചെയ്ത് പോകുന്നതിന് പകരം
ജസ്റ്റ് നിങ്ങളുടെ ആ ഒരു അക്കംപ്ലിഷ്മെൻറ്റ്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ ഒരു 25% എക്സീഡ് ചെയ്യാൻ പറ്റി ടാർഗറ്റിനെ, അതുവഴി നിങ്ങൾക്ക് ഇത്രയും റവന്യൂ കൊണ്ടുവരാൻ സാധിച്ചു, അത് പെർസെൻറ്റേജിൽ മെൻഷൻ ചെയ്യുക, അല്ലെങ്കിൽ ഒരു നമ്പർ മെൻഷൻ ചെയ്യുക. ഐ കുഡ് ബ്രിങ് ഇൻ 20% ഇൻക്രീസ് ഇൻ ദി സെയിൽസ് വോള്യൂം അല്ലെങ്കിൽ സെയിൽസ് ജനറേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ മെൻഷൻ ചെയ്യുക. അതിപ്പോൾ ഏതാണെങ്കിലും, അക്കൗണ്ട്സ് ആണെങ്കിലും, അക്കൗണ്ട്സ് റിലേറ്റഡ് ജോബ് ആണെങ്കിലും, സെയിൽസ് റിലേറ്റഡ് ജോബ് ആകാം, അല്ലെങ്കിൽ ഒരു ടെക്നിക്കൽ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ റിലേറ്റഡ് ജോബ് ആകാം. ഇപ്പോൾ നിങ്ങളൊരു ടെക്നിക്കൽ റോളിലിരുന്ന ആളാണെന്നുണ്ടെങ്കിൽ പറയാം, നിങ്ങൾ ഐ വാസ് ആക്റ്റീവ്ലി ഇൻവോൾവ് ഇൻ modernization project where I was actively involved in converting the legacy applications into microservices. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്യുക. അതുവഴി എത്രത്തോളം നിങ്ങളുടെ ടീമിന് അത് ഹെൽപ്പ് ചെയ്തു, എത്രത്തോളം കോൺട്രിബ്യൂട്ട് ചെയ്തു എന്നുള്ളത്. അപ്പോൾ വി എന്ന് മെൻഷൻ ചെയ്യുന്നതിന് പകരം ഐ എന്നുള്ളത് കൂടുതൽ മെൻഷൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം ഇപ്പം നിങ്ങളെയാണ് ഇന്റർവ്യൂ ചെയ്യുന്നത്, നിങ്ങളുടെ സ്കില്ലാണ് ആൾക്കാർ നോക്കുന്നത്. ബാക്കിയെല്ലാം സോഫ്റ്റ് സ്കിൽസിൽ വരും, ടീം പ്ലെയർ അതെന്നുള്ളത്. നിങ്ങളൊരു ടീമിന്റെ കൂടെ ആയിരിക്കും വർക്ക് ചെയ്തിട്ടുണ്ടാകും, പക്ഷെ നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ളത് അത് പ്രത്യേകിച്ച് മെൻഷൻ ചെയ്യുക. മൂന്നാമത്തെ മിസ്റ്റേക്ക് ഞാൻ മെൻഷൻ ചെയ്തത്, കൂടുതലും സ്റ്റൈലുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. കോണ്ടന്റിന് പകരം സ്റ്റൈൽ, അത് റെസ്യൂമിൽ കോണ്ടന്റ് ആണ് ഇമ്പോർട്ടൻറ്റ്. പല ആൾക്കാരും അത് സ്റ്റൈലിഷ് ആയിട്ടുള്ള ഫാൻസി ആയിട്ടുള്ള ഫോണ്ടുകൾ, അതുപോലെ തന്നെ കളേഴ്സ്, അതുപോലെ തന്നെ മൾട്ടിപ്പിൾ കോളംസ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. ചിലപ്പോൾ എന്താ പറയുക, എക്സൽ ഷീറ്റിൽ നിന്നൊക്കെ ചിലപ്പോൾ കോപ്പി പേസ്റ്റ് ചെയ്ത് മൾട്ടിപ്പിൾ റോസും കോളംസ് ഒക്കെ വെക്കാറുണ്ട്, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് ഒക്കെ. അങ്ങനെ വെക്കാതെ ഒരു നീറ്റായിട്ടുള്ള ഒരു പെട്ടെന്ന് ഈസിലി റീഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോർമാറ്റിൽ ബുള്ളറ്റ് പോയിന്റ്സ് ഒക്കെ വെച്ചിട്ട് ഒരു സിംഗിൾ ഒറ്റ ഒരു ഫോണ്ട് പിടിക്കുക. അതിൽ ചിലപ്പോൾ നിങ്ങളുടെ ടൈറ്റിൽ ചിലപ്പോൾ ഒരു ബോൾഡിലായിരിക്കും മെൻഷൻ ചെയ്യുക, ബാക്കിയൊക്കെ ഒരു ഫോണ്ട് മെയിൻറ്റെയിൻ ചെയ്യുക. അതുപോലെ തന്നെ ഫോണ്ടിൻ്റെ കാര്യം പറയും, കളേഴ്സൊക്കെ മൾട്ടിപ്പിൾ കളേഴ്സ് യൂസ് ചെയ്യാതിരിക്കുക. കാരണം ദിസ് മൈറ്റ് ഗെറ്റ് ട്രിപ്ഡ് അപ്പ്. കാരണം ഒരു ആപ്ലിക്കൻ ട്രാക്കിംഗ് സിസ്റ്റം ആകാം, അല്ലെങ്കിൽ റിക്രൂട്ടറിന് ചിലപ്പോൾ ജംബിൾഡ് ആയിട്ട് ഇങ്ങനെ ഒത്തിരി ഫാൻസി ആയിട്ടുള്ള റെസ്യൂമിൽ ചിലപ്പോൾ അവരെ അറ്റൻഷൻ ചിലപ്പോൾ ഗ്രാബ് ചെയ്തെന്ന് വരില്ല. പ്രത്യേകിച്ച് ആപ്ലിക്കൻ ട്രാക്കിംഗ് സിസ്റ്റംസ് ചിലപ്പോൾ ആ ഡിസൈൻ ചിലപ്പോൾ എടുത്തെന്ന് വരില്ല. ഇപ്പോൾ ഒരു ഗ്രാഫിക് ഡിസൈനർക്ക് ആണെങ്കിൽ ഈ സ്റ്റൈലും ഡിസൈനൊക്കെ യൂസ് ചെയ്യാം. പക്ഷെ അല്ലാത്ത ഇതിന് ഒരു നീറ്റായിട്ടുള്ള വളരെ ഈസി ടു റീഡ് ആയിട്ടുള്ള ഒരു ഫോർമാറ്റ് യൂസ് ചെയ്യുക. കുറേ അധികം കാര്യങ്ങൾ ഞാൻ മെൻഷൻ ചെയ്യാം. കാരണം റെസ്യൂമെ റൈറ്റിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി വെരി ക്രൂഷ്യൽ ഇൻ ജോബ് ഹണ്ടിങ്. കാരണം നിങ്ങളുടെ ഒരു എൻട്രി ടിക്കറ്റ് പോലെയാണ് റെസ്യൂമെ. അപ്പോൾ റെസ്യൂമെ ഒരു ഇംപ്രസീവ് റെസ്യൂമെ ക്രിയേറ്റ് ചെയ്യുന്നതിലാണ് ഇമ്പോർട്ടൻസ്. സോ ഞാനൊരു സെഷൻ എടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ ഇൻസ്റ്റഗ്രാം വീഡിയോസിൽ പറഞ്ഞതുപോലെ February 2 ഞാനൊരു ഓൺലൈൻ സെഷൻ എടുക്കുന്നുണ്ട്. ദോസ് ഹു ആർ ഇൻട്രസ്റ്റഡ് പ്ലീസ് ജോയിൻ ദാറ്റ് സെഷൻ. കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ ആ വീഡിയോയുടെ താഴെ ക്യാപ്ഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ യൂട്യൂബിൻ്റെ ക്യാപ്ഷനിൽ ഞാൻ താഴത്ത് ഞാൻ ഡീറ്റെയിൽസ് കൊടുക്കാം. എൻ്റെ വാട്സപ്പ് നമ്പർ ഡീറ്റെയിൽസ് കൊടുക്കാം. ആ ഒരു വാട്സപ്പ് നമ്പറിൽ റീച്ച് ഔട്ട് ചെയ്യുക. കൂടുതൽ ഡീറ്റെയിൽസ് അവിടെ ഞാൻ കൊടുക്കാം. ലുക്കിംഗ് ഫോർവേഡ് ടു മീറ്റിംഗ് യു ഓൾ. ലെറ്റ്സ് ഹാവ് ആൻ ഇൻറ്ററാക്റ്റീവ് സെഷൻ. കുറേ അധികം കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കുറേ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് ആഗ്രഹമുണ്ട്. സോ ദാറ്റ് ലോട്ട് ഓഫ് പീപ്പിൾ ഗെറ്റ് ബെനിഫിറ്റഡ്, എസ്പെഷ്യലി ഫ്രഷേഴ്സ്. അവർക്കും വളരെ ആവശ്യമാണ്. അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനും ആവശ്യമാണ്. അപ്പോൾ അവർക്കൊക്കെ എന്താണ് വേണ്ടതെന്നുള്ളത് ഞാൻ ആ സെഷനിൽ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. കാരണം ഞാൻ 1.5 മണിക്കൂറോളം ഞാൻ അതിന് വേണ്ടിയിട്ട് സംസാരിക്കാം. അപ്പോൾ താങ്ക് യു സോ മച്ച്. പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ. ഒരു ചെറിയൊരു ചാനലാണ്, അധികം ഫോളോവേഴ്സ് ഇല്ല. സോ കുറച്ച് സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഐ വിൽ സ്റ്റാർട്ട് ക്രിയേറ്റിംഗ് ലോട്ട് മോർ വീഡിയോസ്. പ്ലീസ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ ആൻഡ് ബെൽ ഐക്കൺ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നോട്ടിഫിക്കേഷൻസ് കിട്ടും പുതിയ വീഡിയോസ് ഇടുമ്പോൾ. അപ്പോൾ താങ്ക് യു ആൻഡ് ഓൾ ദി ബെസ്റ്റ്. You are awesome, you are superb, and you will rock the next interview. Bye-bye.